ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ ഇതുപോലത്തെ ബോ ആണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. സാധാരണ നോർമൽ ബോ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ തന്നെ പല വെറൈറ്റി വരുന്ന, അതായത് ഇതിന് ടെയിലൊക്കെ വരുന്ന ടൈപ്പിലുള്ള, അതേപോലെ തന്നെ നല്ല ലെയർഡ് ആയിട്ടുള്ള ബോകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അടുത്ത വീഡിയോകളായിട്ട് ഞാനത് ചെയ്ത് കാണിക്കാം. ഇപ്പൊ അത്യാവശ്യമായിട്ട് നമുക്ക് ഇപ്പൊ ഏതൊരു ഫ്രോക്ക് എടുത്ത് നോക്കിയാലും ഒന്നുകിൽ അതിന്റെ ബാക്കിൽ ഇതുപോലത്തെ കുറച്ച് വലിയ ഒരു ബോ ഉണ്ടാവും. ഇതിനേക്കാളും വലിയ സൈസിലും വരും കേട്ടോ. അപ്പൊ അതിന്റെ സൈസ് നമുക്കൊന്ന് മാറ്റിയെടുത്താൽ മതി. ഇപ്പൊ ഇതുപോലത്തെ വലിയ ബോകൾ നമ്മൾ ഉടുപ്പിന്റെ ബാക്കിൽ വെക്കും. ചിലര് ഫ്രണ്ടില് സൈഡിലൊക്കെ ഇതുപോലത്തെ ചെറിയ ഓരോ ബോകൾ വെച്ചു കൊടുക്കും. പിന്നെ അതേപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ, അതായത് ഹെയർ ക്ലിപ്പുകളിൽ ഇതുപോലെ ചെറിയ ബോകൾ വെക്കും. ചെറിയ ടിക് ടിക് ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, അതുപോലത്തെ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ചെറിയ ബോകളാണ് വെച്ചു കൊടുക്കുക. അതേപോലെ കുറച്ചൊക്കെ ഹെയർ ബാൻഡ് ഒക്കെ വരുന്ന ടൈപ്പില് ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ അതിൽ ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒക്കെ ബോകളൊക്കെ നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ അതിന്റെ ഒരു കറക്റ്റ് ഒരു മെഷർമെന്റ് ഉണ്ട്. അതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. കാരണം വെറും ബോ ഉണ്ടാക്കിയിട്ട് തന്നെ നമുക്കിപ്പോൾ പൈസ സമ്പാദിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. കാരണം നമുക്ക് ചെറിയ ഹെയർ ആക്സസറീസ് ഒക്കെ ഇതേപോലത്തെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. അതൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ബോകളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. ലൈക്ക് ചെയ്തിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാട്ടോ. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഇതേപോലെ ഒരു ചതുരത്തിലുള്ള പീസ് എടുക്കണം. ആ എടുക്കുന്ന പീസിന്റെ ഒരു ഭാഗത്ത് ഇപ്പൊ 12 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ചെറിയ ബോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 8 ഇഞ്ച് ഒരു ഭാഗത്തേക്കും ഇപ്പുറത്തേക്ക് അതിൽ കൂടി 1 ഇഞ്ച് കൂട്ടിയിട്ട് 9 ഇഞ്ച് ഇങ്ങോട്ടേക്കും അങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിങ്ങനെ ചെറിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വലുപ്പം കുറച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. 6 ഇഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ച് ഒരു മറ്റേ ഭാഗത്തേക്ക് എടുക്കുക. അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മള് എടുത്തിരിക്കുന്ന ഈ ഒരു പീസിന്റെ ഒരു വശത്ത് 12 ഇഞ്ചും ഈ ഒരു ഭാഗത്തേക്ക് 13 ഇഞ്ചുമാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ അതില് മെഷർമെന്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഭാഗത്തേക്ക് കണ്ടോ 13 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാതെ 12 ഇഞ്ച് ലെങ്ത് എടുക്കുക. മനസ്സിലായല്ലോ? 12 ഇഞ്ച്. ഇത് ഒരു ഭാഗത്തെ നെക്കാട്ടിലും 1 ഇഞ്ച് കൂടുതലായിരിക്കണം മറ്റേ സൈഡ്. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ പീസാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ പീസിനെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിലിപ്പോ 13 ഇഞ്ച് വരുന്നത് ഈ ഒരു ഭാഗമാണ്. ഇതാണ് 12 ഇഞ്ച്. അപ്പൊ ഏറ്റവും നീളം കൂടിയ ഭാഗം ഉണ്ടല്ലോ, ആ നീളം കൂടിയ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ മടക്കി വെക്കാം. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ ഇതിലൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മൾ കണ്ടോ ആ ഒരു ഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടല്ലോ? ഇനി നമ്മൾ ഇതൊന്ന് മറിച്ചിടണം. ഇപ്പൊ നല്ല വശം പുറത്തേക്ക് വന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതേപോലെ ഇതിന്റെ ഈ ഒരു സ്റ്റിച്ച് വന്ന ഭാഗം ഉണ്ടല്ലോ, ഈ സ്റ്റിച്ച് വന്ന ഭാഗം സെന്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതിനൊന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ? വേണമെങ്കിൽ അയൺ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിന്റെ കറക്റ്റ് സെന്റർ ഉണ്ടല്ലോ, ആ സെന്റർ ഒന്ന് ആദ്യം നമുക്കൊന്നിങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിന്റെ നടുഭാഗം കണ്ടെത്തുക. എന്നിട്ട് ആ നടുഭാഗത്തേക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈ ഒരു ഭാഗം വെച്ചു കൊടുക്കുക. കണ്ടല്ലോ? ഇതിന്റെ നടുഭാഗത്തേക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടേക്കും മടക്കി, അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്കും മടക്കി. ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗം, ഒന്നുകിൽ ഇതിന്റെ മുകളിൽ ഇത് അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഇത്, ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ മടക്കണം. ഈ മടക്കി വരുന്ന ഭാഗം കറക്റ്റ് സെന്ററിലായിരിക്കണം എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇതിന്റെ കറക്റ്റ് സെന്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. കാണുന്നുണ്ടല്ലോ?
അപ്പൊ ആ ഒരു സ്റ്റിച്ച് ഇട്ട ഭാഗം ഉണ്ടല്ലോ, ആ ഇട്ട ഭാഗത്തു കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ സാധാരണ നൂലും സൂചിയും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് തുന്നി കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം തുന്നുമ്പോ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരണം. അതായത് ഇതാണല്ലോ നമ്മൾ സ്റ്റിച്ചിട്ട ആ ഒരു ഭാഗം, ഇത് താഴെ ഭാഗത്തേക്ക് പോണം. ഇതാണ് നല്ല മുകളിലേക്ക് വരേണ്ട വശം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഈ മടക്ക് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് വന്നാൽ ഈ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണും. അപ്പൊ ഇത് താഴത്തേക്ക് ആദ്യം പോണം, എന്നിട്ട് അടുത്തത് ഉള്ളിലേക്ക് വരണം. വീണ്ടും ഇങ്ങനെ ഇതേപോലെ നമ്മൾ ഇങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടണം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗവും ഇതേപോലെ താഴേക്ക് പോണം. മനസ്സിലായല്ലോ? താഴേക്ക് മടങ്ങി പോണം. അപ്പോഴുള്ളൂ നമ്മളെ ഈ സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വരിക. അപ്പൊ അത് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് മടക്കിയെടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഇതില് സൂചി നൂല് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇതിന്റെ സെന്ററിൽ ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം. ഈ നമ്മൾ ആദ്യം താഴെ നിന്ന് മുകളിലേക്കല്ല എടുക്കുന്നത്, മുകളിൽ നിന്ന് താഴേക്കാണ് സൂചി കുത്തി കൊടുക്കുന്നത്. ആ കുത്തി കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട്. ഇത് കുറച്ച് അത്യാവശ്യം വലിയ ഒരു ബോ ആണല്ലോ നമ്മളിപ്പോ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ കുറച്ച് ഇപ്പൊ ഇവിടെ കുത്തിയിട്ട് പിന്നെ അടുത്ത കുത്ത് ഞാൻ ഇത് എവിടെയാണ് കുത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ചെയ്തെടുക്കാം. പിന്നെ അടുത്തത് ഇവിടെ അങ്ങനെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിങ്ങനെ വലിക്കുകയാണ്. ഇതിങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മടക്കിയ അതേപോലെ തന്നെ വരും. കണ്ടല്ലോ? ഇതുപോലെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇതേപോലെ തന്നെ വരും. കണ്ടല്ലോ? എന്നിട്ട് ഈ നൂല് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ വലിച്ച് നമ്മളിത് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ചും കൂടെ വലിയാണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് നമ്മളിത് വലിച്ച് ടൈറ്റ് ചെയ്തെടുത്തു. ഓക്കെ. ഇനി ഈ നൂല് നമ്മൾ ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു 2-3 വട്ടം ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാം. കണ്ടല്ലോ? അപ്പൊ നമ്മൾ ഇങ്ങനെ കറക്കിയെടുത്തു. അതിനുശേഷം ഇത് നമ്മൾ ബാക്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കണ്ടല്ലോ? ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കെട്ടിട്ടു. ഒന്നുകൂടെ ഇതേപോലെ കെട്ടിട്ടിട്ട് ഉറപ്പിക്കാം. ഇനി ഇതിന് ശേഷം നമ്മൾ ഈ സൂചി ഇവിടുന്ന് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ അതിങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പീസ് വേണം. മനസ്സിലായല്ലോ? ഇതിന്റെ നീളം വീതി എന്ന് പറയുന്നത് 2 ഇഞ്ചോളം വീതി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ, 2 ഇഞ്ച് വീതി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഒരു 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾ ഇതേപോലെ ചെറിയൊരു പീസ് എടുക്കുക. ആ പീസ് നമ്മളിതാ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിലൊന്ന് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതൊന്ന് പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പീസ് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതും ചെയ്തെടുക്കുക. ഇതിന്റെ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. ഇതിന്റെ അറ്റത്ത് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മളിതാ ഇതേപോലെ ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിന്റെ അറ്റത്ത് കൂടെ. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലൂടെ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട്, ഞാനിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്നിങ്ങനെ അത് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടല്ലോ? എന്നിട്ട് ഇതും ഇതിന്റെ സ്റ്റിച്ച് സെന്ററിൽ വരുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇപ്പൊ ഇതേപോലെ നമ്മളിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അയൺ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്.
ഇതേപോലെ ഇത് കറക്റ്റ് സെന്ററിലാക്കിയിട്ട് തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് വരുന്ന ടൈമില് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഒരു സൈഡ്. മറ്റേ സൈഡിന്റെ ഈ അറ്റം നമ്മൾ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും ചെയ്യാം. കണ്ടല്ലോ? അപ്പൊ ഇത് ഒന്നും കൂടെ സെന്ററിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കുക. അതായത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു, ഈ മടക്കിയ ഭാഗം ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ സെന്റർ ഭാഗത്തായിട്ട് വന്നു അതിന്റെ ആ ഒരു മടക്ക് കാണുന്നുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഈ സൂചി നൂലും വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ സ്റ്റിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതിന്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കെട്ടിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നൂല് വെട്ടിക്കളയാം. ഇപ്പൊ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതാ നമ്മളിവിടെ ബോ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയിലും ഭംഗിയിലും നമുക്ക് ഈ ഒരു ബോ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ബോ ഉണ്ടാക്കുന്നതിന്റെ, അതായത് നോർമൽ ബോ ഉണ്ടാക്കുന്നതിന്റെ കറക്റ്റ് മെത്തേഡ് ഇതാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോകളിലായിട്ട് ഞാൻ ഇതിന് ടെയില് വരുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ബോകളുടെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതേപോലത്തെ ചെറിയ ബോ ഉണ്ടാവില്ലേ, ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെയർ ക്ലിപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ അറ്റത്ത് നമ്മളിങ്ങനെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്ന തരം ബോ ആണ് ഇത് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രോക്കിൽ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോകൾ ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ യോക്കിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെറിയ ബോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഇതിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ഭാഗത്തേക്ക് 3 ഇഞ്ചും ഒരു ഭാഗത്തേക്ക് 4 ഇഞ്ചും നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ബോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു താഴെ ഇതിന്റെ സെന്ററിൽ കാണുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു 3/4 ഇഞ്ച് വീതിയുള്ള തുണി എടുത്താൽ മതി കേട്ടോ. നീളം പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയും ചെയ്യാം. അതായത് നമ്മളിങ്ങനെ വളച്ചതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ നീളം കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിന് പ്രത്യേക മെഷർമെന്റ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഒരു ഏകദേശം അളവിൽ എടുത്താൽ മതി. അത് മടക്കി വരുമ്പോൾ എത്ര വരും എന്ന് നമുക്കറിയാലോ, അതിന്റെ വീതിയും വലുപ്പമൊക്കെ. അപ്പൊ ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ എടുത്താൽ തന്നെ, 1/2 ഇഞ്ചല്ല 3/4 ഇഞ്ച് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ തയ്യൽ തുമ്പും പോകുമല്ലോ. എന്നിട്ട് പിന്നെ നമ്മൾ മറിച്ച് തയ്ക്കുമ്പോഴാണല്ലോ ഈ ഒരു വീതി കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് ഈ ചെറിയ ഹെയർ ക്ലിപ്പ് ചെയ്യാനുള്ള ബോയുടെ സൈസ് എന്ന് പറയുന്നത്, തുണി എടുക്കേണ്ടത് 3 ഇഞ്ചും 4 ഇഞ്ചും ആണ്. അതായത് ഒരു സൈഡിലേക്ക് 3 ഇഞ്ചും ഒരു സൈഡിലേക്ക് 4 ഇഞ്ചും അങ്ങനെ നീളവും വീതി അങ്ങനെ എടുക്കുകയാണ് വേണ്ടത്. പിന്നെ ആ 4 ഇഞ്ചും 4 ഇഞ്ചും തമ്മിലാണ് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ബോ തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഇതേപോലത്തെ ബോകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കുട്ടികളുടെ ഉടുപ്പിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഹെയർ ബാൻഡിലും ഹെയർ ക്ലിപ്പുകളിലും ഒക്കെ നമുക്കിപ്പോ ബോ അത്യാവശ്യമാണല്ലോ. അപ്പോ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളിലും മാച്ച് ആയിട്ടുള്ള ഹെയർ ആക്സസറീസും അതേപോലെ തന്നെ ഉടുപ്പിന്റെ ബാക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ബോ ഒക്കെ വെച്ചിട്ടാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.